എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്കണോമിക്സിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ്. എക്കണോമിക്സിൻ്റെ ക്ലാസ് 3 ആണ് ഇന്ന് മൂന്നാമത്തെ ക്ലാസ്സാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ബേസിക്സും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്താണ്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ് നാഷണൽ ഇൻകം എന്നാണ്. എന്താണ് നാഷണൽ ഇൻകം? മണി വാല്യൂ ഓഫ് ഓൾ ദി ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ കൺട്രി ഡ്യൂറിങ് എ പീരിയഡ് ഓഫ് 1 year. അതാണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിൻ്റെ നാഷണൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നത് ഈ രീതിയിലാണ്. സം ഓഫ് all the money value of all the goods and services produced by a country during a particular period. ഒരു 1 year എന്ന കാലഘട്ടത്തിലാണ് നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നാഷണൽ ഇൻകം മറ്റ് കറണ്ട് പ്രൈസസും അതുപോലെ തന്നെ കോൺസ്റ്റൻറ്റ് പ്രൈസ് ഉണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു വ്യത്യാസം? നാഷണൽ ഇൻകം മറ്റ് കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് നാഷണൽ ഇൻകം ഡിറ്റർമിൻഡ് ബൈ ടേക്കിംഗ് ദ പ്രിവെയിലിംഗ് ഇയർ പ്രൈസ്. ഈ വർഷം എന്താണോ സാധനങ്ങളുടെ വില, ആ പറയുന്ന കറണ്ട് പ്രൈസസ് എടുത്തുകൊണ്ടുള്ള നാഷണൽ ഇൻകത്തിൻ്റെ കാൽക്കുലേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? നാഷണൽ ഇൻകം മറ്റ് കറണ്ട് പ്രൈസ്. ഇതിന് എന്ത് വിളിക്കുന്നു? നോമിനൽ നാഷണൽ ഇൻകം എന്ന് പറയുന്നു. അപ്പോൾ നോമിനൽ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് എന്താണ്? നാഷണൽ ഇൻകം ഡിറ്റർമിൻഡ് ബൈ ടേക്കിംഗ് ദ പ്രിവെയിലിംഗ് ഇയർ പ്രൈസ്. ഈ വർഷം ഉള്ള പ്രൈസാണ്, ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഈ വർഷമുള്ള പ്രൈസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓർത്ത് വെക്കണം, നോമിനൽ എന്ന് പറയുന്ന കറണ്ട് പ്രൈസിനെ റിലേറ്റ് ചെയ്യുന്ന കാര്യമാണ്. നോമിനൽ നാഷണൽ ഇൻകം അല്ലെങ്കിൽ നാഷണൽ ഇൻകം മറ്റ് കറണ്ട് പ്രൈസസ് എന്ന് പറയുന്നത് ഈ വർഷത്തെ പ്രൈസുമായി ബന്ധപ്പെട്ട് കമ്പ്യൂട്ടേഷനാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നാഷണൽ ഇൻകം മറ്റ് കോൺസ്റ്റൻറ്റ് പ്രൈസ്. എന്താണ് കോൺസ്റ്റൻറ്റ് പ്രൈസ്? നാഷണൽ ഇൻകം ടേക്കിംഗ് പ്രൈസസ് ഓഫ് ബേസ് ഇയർ. ഒരു ബേസ് ഇയർ എന്ന രീതിയിൽ ആ വർഷത്തെ ആ ബേസ് ഇയറിൽ എത്രയാണോ പ്രൈസ് ഉണ്ടായിരുന്നത് ആ പ്രൈസ് എടുത്തുകൊണ്ടുള്ള സം ഓഫ് മണി വാല്യൂ ഓഫ് ഓൾ ദി ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് എന്ത്? നാഷണൽ ഇൻകം അറ്റ് കോൺസ്റ്റൻറ്റ് പ്രൈസ്. അപ്പം ഇതിനെന്ത് പറയുന്നു? റിയൽ നാഷണൽ ഇൻകം എന്ന് പറയുന്നു. ഇതിനെന്താണ് പറയുന്നത്? റിയൽ നാഷണൽ ഇൻകം. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസം എന്താണ്? നോമിനൽ പറയുന്നത് ഈ വർഷത്തെ കറണ്ട് വർഷത്തെ 2022-23 ആണെങ്കിൽ ഈ വർഷത്തെ പ്രൈസസ് എടുത്തിട്ടാണ് ഈ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നേരെ മറിച്ച് റിയൽ ഇൻകം അല്ലെങ്കിൽ നാഷണൽ ഇൻകം അറ്റ് കോൺസ്റ്റൻറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാഷണൽ ഇൻകം ടേക്കിംഗ് പ്രൈസസ് ഓഫ് ബേസ് ഇയർ. അപ്പോൾ ഇപ്പോൾ കമ്പ്യൂട്ടേഷൻ ഉപയോഗിക്കുന്ന ബേസ് ഇയർ എന്താണ്? 2011-12 ബേസ് ഇയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം, എന്താണ് GDP GVA കോൺസെപ്റ്റ്? GDP എന്ന് പറഞ്ഞാൽ എന്താണ്? GDP എന്ന് പറയുന്നത് മണി വാല്യൂ ഓഫ് ഓൾ ദി ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ എൻ അക്കൗണ്ടിങ് ഇയർ ഇൻ എ ഡൊമസ്റ്റിക് ടെറിട്ടറിയാണ്. അതായത് ഒരു ഡൊമസ്റ്റിക് ടെറിട്ടറിയിലെ എന്തൊക്കെയാണോ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സർവീസസും ഗുഡ്സും അതിൻ്റെ മണി വാല്യൂ ആണ് എന്ത്? GDP എന്ന് പറയുന്നത്. അപ്പോൾ GDPൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് GDP എക്കോണമി ആസ് എ ഹോൾ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എക്കോണമി ആസ് എ ഹോൾ ആണ് GDPൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു മുഴുവൻ എക്കോണമി, ഇപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞ ഡൊമസ്റ്റിക് ടെറിട്ടറി ആണെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ കാര്യങ്ങളും ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ഈസ് കൺസിഡേർഡ് നോട്ട് ഫോർ എ സിംഗിൾ സെക്ടർ. നേരെ മറിച്ച് GVA ഗ്രോസ് വാല്യൂ ആഡഡ്. GDP എന്താണ്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. GVA ഗ്രോസ് വാല്യൂ ആഡഡ്. അപ്പോൾ ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത് എന്താണ്? GVA മെഷേഴ്സ് ദി ഔട്ട്പുട്ട് ഓഫ് എ പെർട്ടിക്കുലർ സെക്ടർ നോട്ട് ആസ് എ ഹോൾ. GDP കൺസിഡേഴ്സ് ദ എൻറ്റയർ എക്കോണമി. അപ്പോൾ GVA എന്താണ് മെഷർ ചെയ്യുന്നത്? ഔട്ട്പുട്ട് ഓഫ് എ പെർട്ടിക്കുലർ സെക്ടറാണ്. ഒരു സെക്ടറിൻ്റെ, ഇപ്പോൾ നമ്മൾ പറയുകയാണ് ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു സെക്ടർ അല്ലെങ്കിൽ ഇപ്പോൾ മാനുഫാക്ചറിങ്, സർവീസസ്, അങ്ങനെ ഒരു സെക്ടറിനെയാണ് എന്ത്? GVA മെഷർ ചെയ്യുന്നത്. നേരെ മറിച്ച് GDP എന്താണ്? കൺസിഡേഴ്സ് ദി എൻറ്റയർ എക്കോണമി. അതാണ് ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ GDP ഒന്നുകൂടെ പറയാം, മണി വാല്യൂ ഓഫ് ഓൾ ദി ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ എൻ അക്കൗണ്ടിങ് ഇയർ ഇൻ എ ഡൊമസ്റ്റിക് ടെറിട്ടറിയാണ് എന്ത്? GDP എന്ന് പറയുന്നത്. ഇത് കൺസിഡറിങ് ദ എൻറ്റയർ എക്കോണമി. ഡൊമസ്റ്റിക് ആണെങ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞ എൻറ്റയർ ടെറിട്ടോറിയൽ എക്സ്റ്റൻഷൻ കൺസിഡർ ചെയ്തിട്ടാണ് GDP. GVA എന്ന് പറയുന്ന ഒരു സെക്ടറിൻ്റെയാണ്. നമ്മൾ പറയുകയാണ് മാനുഫാക്ചറിങ് അല്ലെങ്കിൽ സർവീസസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻഡസ്ട്രി എന്ന രീതിയിൽ ഒരു മൈക്രോ പോർഷൻ മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് GVA. പക്ഷേ GVAയുടെ ഗുണം എന്താണ്? എന്തായിരിക്കും GVAയുടെ ഗുണം? ഏത് സെക്ടറാണോ ലാഗിങ് ബിഹൈൻഡ്, ഏത് സെക്ടറിനാണോ നമ്മൾ എക്സ്ട്രാ സ്റ്റിമുലസ് കൊടുക്കേണ്ടത്, അത് നമുക്ക് മനസ്സിലാക്കാൻ GVA ആണ് നല്ലത്. ഇപ്പോൾ നമ്മൾ എക്സ്പോർട്സോ ഇപ്പോൾ ഇമ്പോർട്ട്സിൻ്റെ കാര്യം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മാനുഫാക്ചറിങ് ഓഫ് ലെതർ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഓഫ് കാർസ്, ഇലക്ട്രോണിക് കാർസ് ആണെങ്കിൽ അത് എത്രമാത്രം മണി വാല്യൂ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഓരോ സെക്ടർ സ്പെസിഫിക് ആയിട്ട് സ്റ്റിമുലസ് കൊടുക്കാൻ പറ്റും എന്നതാണ് GVAയുടെ ഗുണം എന്ന് പറയുന്നത്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ്. എന്താണ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ്? ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത് പേയ്മെൻറ്റ്സ് ദാറ്റ് ആർ നോട്ട് മെയ്ഡ് അഗെയിൻസ്റ്റ് എനി പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റി. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടതല്ലാത്ത പേയ്മെൻറ്റുകളാണ് എന്ത്? ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ്. എക്സാമ്പിൾ പറയാൻ പറ്റുമോ? അൺഎംപ്ലോയ്മെൻറ്റ് അലവൻസ്, പെൻഷൻ, അതുപോലെ തന്നെ ഓൾഡ് ഏജ് പെൻഷൻ പോലെയുള്ള കാര്യങ്ങൾ എന്താണ്? ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് അല്ലേ? കാരണം എന്താ? അതെന്തെങ്കിലും പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റി ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല.
അൺഎംപ്ലോയ്മെൻറ്റ് അലവൻസ്, ഓൾഡ് ഏജ് പെൻഷനൊക്കെ എന്താണ്? ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് ആർ പേയ്മെൻറ്റ്സ് ദാറ്റ് ആർ നോട്ട് മെയ്ഡ് അഗെയിൻസ്റ്റ് എനി പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റി. പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കാത്ത പരിപാടികൾക്ക് പേയ്മെൻറ്റുകൾ നടത്തുന്നതിനാണ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് GDP ഡിഫ്ലേറ്റർ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ് GDP ഡിഫ്ലേറ്റർ? GDP ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത് ഒരു ഇൻഫ്ലേഷൻ്റെ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് GDP ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത്. എന്താണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്? നോമിനൽ GDP ബൈ റിയൽ GDP ഇൻറ്റു 100. അപ്പോൾ ഈ നോമിനൽ റിയൽ എന്ന് പറയുന്ന വാക്കുകൾ വരുമ്പോൾ നമുക്കിപ്പോൾ എന്ത് മനസ്സിലാക്കാം? ഏത് തരത്തിലാണ് GDP കമ്പ്യൂട്ട് ചെയ്തതെന്ന് മനസ്സിലാക്കാം. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇപ്പോൾ GDP എന്ന് പറയുന്നത് നോമിനൽ GDP എന്തായിരിക്കും? GDP കാൽക്കുലേറ്റഡ് അറ്റ് കറണ്ട് പ്രൈസസ് ആയിരിക്കില്ലേ നോമിനൽ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നോമിനൽ GDP എന്താണെന്ന്. അപ്പോൾ നോമിനൽ GDP എന്ന് പറയുന്നത് GDP വിച്ച് ഇസ് കാൽക്കുലേറ്റഡ് ഇൻ ദി കറണ്ട് പ്രൈസ്. കറണ്ട് പ്രൈസുമായി ബന്ധപ്പെട്ടതാണ് നോമിനൽ GDP കമ്പ്യൂട്ടേഷൻ. റിയൽ GDPയോ? റിയൽ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് പ്രൈസ് അല്ലെങ്കിൽ ബേസ് ഇയർ പ്രൈസ് ആണ്. അപ്പോൾ എന്താണ് 2011 12 ആ വർഷം? ഇപ്പോൾ 2011-12 ബേസ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ GDP കാൽക്കുലേറ്റഡ് ദ ബേസ് ഇയർ ഓഫ് 2011-12 ആണ് എന്ത്? റിയൽ GDP. അപ്പോൾ ഈ വാല്യൂ എന്ത് കിട്ടും? എത്രമാത്രം ആ ബേസ് ഇയറിൽ നിന്ന് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൈസ് കൂടിയിട്ടുണ്ടെന്ന് നമുക്ക് കിട്ടില്ലേ? ഇതിനാണ് GDP ഡിഫ്ലേറ്റർ ഉപയോഗിക്കുന്നത്, ഇൻഫ്ലേഷൻ്റെ കാൽക്കുലേഷൻ. ഇപ്പോൾ നോമിനൽ എന്ന് പറഞ്ഞാൽ നമുക്കെപ്പോഴും കറണ്ട് പ്രൈസസ് ആണ് കമ്പ്യൂട്ടേഷൻ ഓർമ്മ വരണം. റിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേസ് ഇയർ താരതമ്യം ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ ആ ബേസ് ഇയറിനെ വെച്ചുകൊണ്ടുള്ള കമ്പ്യൂട്ടേഷൻ ആണെന്ന് മനസ്സിലാക്കണം. ഇനിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നാഷണൽ ഇൻകം എക്സ്ക്ലൂഡഡ് ഐറ്റംസ്. എന്തൊക്കെയാണ് നാഷണൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എക്സ്ക്ലൂഡ് ചെയ്യുന്ന ഐറ്റംസ് എന്നാണ്. വിന്നിങ് ഓഫ് ലോട്ടറി. ലോട്ടറി ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റി ആവാത്തത് കൊണ്ട് ഒരു ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ അത് നാഷണൽ ഇൻകത്തിൽ കാൽക്കുലേറ്റ് ചെയ്യപ്പെടില്ല. സെയിൽ ഓഫ് സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ്. സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് സെയിൽ ചെയ്ത് കഴിഞ്ഞാലും ഇതേ അവസ്ഥയാണ്, നാഷണൽ ഇൻകത്തിൽ എക്സ്ക്ലൂഡ് ചെയ്യപ്പെടും. ഇൻട്രസ്റ്റ് ഓൺ പബ്ലിക് ഡെപ്റ്റ്. പൊതുകടം എന്ന് പറയുന്നത് എന്താണ്? നാഷണൽ ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യില്ല കമ്പ്യൂട്ടേഷനിൽ. ഓൾഡ് ഏജ് പെൻഷൻ ട്രാൻസ്ഫർ പേയ്മെൻ്റ് ആണ്. നമ്മൾ പറഞ്ഞു എന്താണ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്? പേയ്മെൻറ്റ്സ് ദാറ്റ് ആർ നോട്ട് മെയ്ഡ് അഗെയിൻസ്റ്റ് എനി പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റി. അപ്പോൾ ഓൾഡ് ഏജ് പെൻഷൻ വരുമോ? ഇല്ല. എംപ്ലോയ്മെൻറ്റ് എലവൻസും എന്ത് വരില്ല? നാഷണൽ ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. സ്കോളർഷിപ്സോ? സ്കോളർഷിപ്പും വരില്ല. ഇതൊക്കെ ട്രാൻസ്ഫർ പേയ്മെൻറ്റുകളാണ്. മാത്രമല്ല ഇതൊന്നും പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റിയിൽ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. നമുക്ക് അടുത്ത സെഷൻ നോക്കാം. നമ്മുടെ കണ്ടിന്യൂഷനാണ് ഡിഫറൻസ് ബിറ്റ്വീൻ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. എന്താണ് എക്കണോമിക് ഗ്രോത്തും എക്കണോമിക് ഡെവലപ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം? എക്കണോമിക് ഗ്രോത്ത് ഇംപ്ലൈസ് മെറ്റീരിയലിസ്റ്റിക് ഗ്രോത്ത്, ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നു. ഇൻ ടേംസ് ഓഫ് GDP പെർ ക്യാപിറ്റ ഇൻകം. നമ്മൾ നോക്കി GDP എന്താണ്? ടോട്ടൽ സം ഓഫ് മണി വാല്യൂ ഓഫ് ടോട്ടൽ ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറിയാണ് GDP. പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് ഒരാൾക്ക്, പോപ്പുലേഷനിലെ ഒരാളുടെ പെർ ക്യാപിറ്റ ഇൻകം ഏൺഡ് ബൈ എ പേഴ്സൺ ആണ്. അതാണ് പെർ ക്യാപിറ്റ ഇൻകം. അപ്പോൾ ഇതൊക്കെ എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് ആണെന്ന് പറഞ്ഞാൽ എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് എന്നുള്ള അർത്ഥം? അതായത് അതൊക്കെ ഒരു ഫിനാൻഷ്യൽ പാരാമീറ്റർ ആയിരിക്കും. ഏതെങ്കിലും ഒരു പാരാമീറ്ററിൽ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഗ്രോത്ത് ആണ്. അതായത് ഇപ്പം നമ്മൾ പറയുകയാണ് GDP കൂടിയെന്ന് പറഞ്ഞു. GDP കൂടിയത് കൊണ്ട് ചിലപ്പം ആൾക്കാരുടെ ലിവിങ് സ്റ്റൈലിൽ വ്യത്യാസം വരണമെന്നില്ല. പക്ഷേ അത് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഗ്രോത്ത് കാണിക്കുന്നതാണ്. എക്കണോമിക് ഗ്രോത്ത് ഇംപ്ലൈസ് മെറ്റീരിയലിസ്റ്റിക് ഗ്രോത്ത്, അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആണ്. അതൊരു മെഷർ മാത്രമാണ്. ഇപ്പോൾ GDP ഇന്ത്യയുടെ 8.1% കൂടി എന്നത് കൊണ്ട് പോപ്പുലേഷന് ചിലപ്പോൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൈവരിക്കണമെന്നില്ല. നല്ല രീതിയിലുള്ള ഭക്ഷണമോ അല്ലെങ്കിൽ പോവർട്ടി റിഡക്ഷനോ അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നിർബന്ധമില്ല. നേരെ മറിച്ച് എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? along with the improvement in financial parameters, social structure also should change. കുറേ കൂടെ ബ്രോഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ഇതിൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റിഡക്ഷൻ ഇൻ പോവർട്ടി, റിഡക്ഷൻ ഇൻ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ്. എന്താണ്? ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് ആണ്. ക്വാണ്ടിറ്റിയിൽ മാത്രമല്ല നോക്കുന്നത്. എക്കണോമിക് ഗ്രോത്ത് കാരണം ഇന്ത്യക്ക് ഗ്രോത്ത് റേറ്റ് കൈവരിച്ചു എന്ന് പറഞ്ഞാലും, നല്ല എന്താ പറയുക, കൂടുതൽ ഗ്രോത്ത് റേറ്റ് കൈവരിച്ചു എന്ന് പറഞ്ഞാലും അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള വ്യത്യാസങ്ങൾക്ക് അത് വഴിതെളിച്ചിട്ടുണ്ടോ നോക്കലാണ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന കോൺസെപ്റ്റുമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റിഡക്ഷൻ ഇൻ പോവർട്ടി എന്ന് പറയുന്നത് എന്താണ്? ആൾക്കാരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്തു എന്ന് പറയുന്ന ഒരു പാരാമീറ്ററാണ്. അപ്പോൾ അങ്ങനെയുള്ള പാരാമീറ്റേഴ്സിനെ കൺസിഡർ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇതിലേതാണ് ആദ്യം ആവശ്യം എന്നുള്ളതൊരു ചോദ്യമാണ്. ഏതാണ് ആദ്യം ആവശ്യം? എക്കണോമിക് ഗ്രോത്ത് ആണോ എക്കണോമിക് ഡെവലപ്മെൻ്റ് ആണോ?
എക്കണോമിക് ഗ്രോത്ത് ആണ് ആദ്യം ആവശ്യം. ആദ്യം പാരാമീറ്റേഴ്സ് മുഴുവൻ മുമ്പോട്ട് പോവുകയും അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ. എക്കണോമിക് ഡെവലപ്മെന്റ് എപ്പോഴും എന്താണ്, എക്കണോമിക് ഗ്രോത്ത് കഴിഞ്ഞതിന് ശേഷം കൈവരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ ദ പ്രൈം ഇമ്പോർട്ടൻസ് ഈസ് ഫോർ ദ ഫസ്റ്റ് ഷുഡ് ബി എക്കണോമിക് ഗ്രോത്ത്, ദെൻ ഓൺലി എക്കണോമിക് ഡെവലപ്മെന്റ് വിൽ ഫോളോ. എക്കണോമിക് ഗ്രോത്തിന് ശേഷം മാത്രമേ എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാവുകയുള്ളൂ.